നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ലോ ആണ് നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന പാഠത്തിലത്തെ. അപ്പോൾ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സയന്റിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. അതാരോ മക്കളെ പറഞ്ഞു തന്നെ, വേറെ ആരുമല്ല, നമ്മുടെ ഹാൻസ് ക്രിസ്ത്യൻ ഓയിസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമുക്കത് പറഞ്ഞു തന്നെ അല്ലെ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ആരുണ്ടെന്ന്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ആരോ പറഞ്ഞു തന്നെ, ഹാൻസ് ക്രിസ്ത്യൻ ഓയിസ്റ്റഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ് ആംപിയർ സർക്യൂട്ട് ലോ. ഈ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്യാരിയിങ് എ കറണ്ട് ഐ. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും നമുക്കറിയാം അല്ലെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തള്ളവിരൽ പിടിക്കുക, 4 വിരലുകൾ ഇതേപോലെ എന്ത് ചെയ്യുക, ചുരുട്ടാം. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണോ മക്കളെ, ഇതേപോലെ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും ആരുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ആംപിയർ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ട്, അവിടെ അദ്ദേഹം ഒരു ഇമാജിനറി ലൂപ്പ് പരിഗണിക്കുക. ഒരു ഇമാജിനറി ലൂപ്പ് പരിഗണിക്കുക. അപ്പൊ ആ ഇമാജിനറി ലൂപ്പ് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കട്ടെ. ആ ഇമാജിനറി ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഞാൻ വരയ്ക്കാനായിട്ട് പോവാണ്. ലൈക്ക് ദിസ്. ഒരു ഇമാജിനറി ലൂപ്പ് തേടാ ഞാനിവിടെ ഇങ്ങനെ വരച്ചൂട്ടാ. ഓക്കെ, ഇമാജിനറി ലൂപ്പ് ഞാനിവിടെ വരച്ചൂട്ടാ. ആംപിയർ എന്താ പറഞ്ഞെന്നറിയോ, അദ്ദേഹം അവിടെ ഒരു കുഞ്ഞു നീളം പരിഗണിച്ചു. ഒരു കുഞ്ഞു നീളം പരിഗണിച്ചു. ആ കുഞ്ഞു നീളത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ DL. DL. ഇനി എന്താ സംഗതി, ആ DL എന്ന് പറയുന്ന ലെങ്ത്തിലത്തെ ഈ മാഗ്നറ്റിക് ഫീൽഡും DL-ഉം തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എന്ത് പ്രൊഡക്റ്റ് എടുക്കുക? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു നീളം പരിഗണിക്കണം, വിച്ച് ഈസ് DL എന്ന് പറയുന്ന ലെങ്ത് തന്നെ. അവിടത്തെയും ബിയും DL-ഉം തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. എന്നിട്ട് ഈ ത്രൂ ഔട്ട് ദ ലൂപ്പ്, ഇതിനൊരു വിളിക്കുന്ന പേരൊക്കെ ഉണ്ട് മക്കളെ, വിച്ച് ഈസ് കോൾഡ് ആംപീരിയൻ ലൂപ്പ്. ഇതിന് വിളിക്കുന്ന പേരുണ്ടോ, ആംപീരിയൻ ലൂപ്പ്. ത്രൂ ഔട്ട് ആ ലൂപ്പ് നിങ്ങൾ എന്താ വേണ്ടേ, ബിയും നമ്മുടെ DL-ഉം തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. തൊട്ടടുത്തുള്ള നീളം എടുക്കാം നമുക്ക്. ഒരു കുഞ്ഞൊരു നീളം എടുത്തടാ DL, അവിടത്തെ ബിയും DL-ഉം തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ്, എന്നിട്ട് എല്ലാം കൂടെ കൂട്ടാം. ഈ കൂട്ടാന്നുള്ളതിന് നമ്മളിപ്പോ +2 ആയില്ലേ, നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഇന്റഗ്രേഷൻ. ത്രൂ ഔട്ട് കൂട്ടാ, ഈ ക്ലോസ്ഡ് ലൂപ്പ് മൊത്തം കൂട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ എഴുതാണ് എങ്ങനെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ P.dl എന്ന് വായിച്ചതിനെ ക്ലോസ്ഡ് ഇന്റഗ്രൽ P.dl. അർത്ഥം എന്താ, ഈ ത്രൂ ഔട്ട് ദ ലൂപ്പ് ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനൊക്കെ തമ്മിൽ എന്ത് ചെയ്യാം, കൂട്ടാം. ഇസ് ഈക്വൽ ടു μ0 ടൈംസ് I എന്നാണ് ആര് പറഞ്ഞത് മക്കളെ, ആംപിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത്. ആ ലോനെ വിളിക്കുന്ന പേരാണ് ആംപിയർ സർക്യൂട്ടൽ ലോ. ഓക്കെ, അപ്പോ ഈ B.dl ഇതിനെ കുറച്ചുകൂടി നല്ല ഒരു പേര് നമ്മൾ വിളിക്കും, വിച്ച് ഈസ് കോൾഡ് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനെ പറയാ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ആംപിയർ സർക്യൂട്ടൽ ലോനെ ഒന്ന് ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറന്റ്, μ0 ടൈംസ് the total current passing through the loop. അല്ലെ, ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദ ലൂപ്പ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ആ ഇക്വേഷൻ എഴുതി വെക്കണം കേട്ടോ. ക്ലോസ്ഡ് ഇന്റഗ്രൽ P.dl is equal to μ0 ടൈംസ് I. ഈ μ0 വിളിക്കുന്ന പേരുണ്ടോ, പെർമിയബിലിറ്റി. അതിനെ മക്കളെ പറയാ പെർമിയബിലിറ്റി എന്നാണ് നമ്മളതിനെ പറയാ. നമ്മൾ ഈ 1-ാം പാഠത്തിൽ ഗോസസ് ലോ പഠിച്ചിട്ടില്ലേ മക്കളെ. ആ ഗോസസ് ലോന് സിമിലർ ആയിട്ട് ഈ പാഠത്തിലത്തെ ലോ ഉണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്, നമ്മുടെ 1-ാം പാഠത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലത്തെ ഗോസസ് ലോന് സിമിലർ ആയിട്ട് ഈ പാഠത്തിലത്തെ ലോനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ സർക്യൂട്ടൽ ലോ. ഈ കഥ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടും 2 ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ 2 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. സിമ്പിൾ ആണ് അല്ലെ. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു കൊച്ചു ഡെറിവേഷൻ ഉണ്ട്. അത് ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം, പ്രോബ്ലം ചോദിക്കും. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. ദിസ് ഈസ് ദ കറണ്ട് ക്യാരിയിങ് വയർ carrying a current I. You consider a amperian loop here.
അല്ലെ? യു കൺസിഡർ എൻ ആംപീരിയൻ ലൂപ്പ് ഹിയർ, കൺസിഡർ എ സ്മോൾ ലെങ്ത് dl, അല്ലെ? ഇവിടെ ഒരു കുഞ്ഞു നീളം പരിഗണിക്കടാ, dl. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷനിൽ തന്നെ എടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ആംപിയർ സർക്യൂട്ട് ലോന്റെ ഇക്വേഷൻ ചുമ്മാ ഒന്ന് എഴുതി വെക്കാം, അല്ലെ? അപ്പൊ എന്താ ആംപിയർ സർക്യൂട്ട് ലോന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl is equal to mu 0 times I എന്നാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലെ? ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl is equal to mu 0 times I എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ B അറിയാം, അല്ലെ? നമുക്ക് ഈ B dot dl എന്താ സംഗതി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാ, നമുക്ക് മുന്നൊക്കെ അറിയാം, അല്ലെ? +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എന്താണ് A dot B എന്ന് പറഞ്ഞാലുള്ള സംഗതി നമുക്ക് അറിയാം, which is equal to AB cos theta ആണ്, അല്ലെ? AB cos theta. ഇതിൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ A and B ആണ്, അല്ലെ? A and B ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീറ്റ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ എങ്ങനെ മാറ്റി എഴുതാടോ? ഒന്ന് ശ്രദ്ധിച്ച്, ക്ലോസ് ഇന്റഗ്രൽ B dl cos theta സമം mu 0 times I. ഓക്കെ, ഇവിടെ നിങ്ങൾ തീറ്റ എത്ര നോക്കണം. ബിയും ഡിഎല്ലും സെയിം ഡയറക്ഷനാ, അല്ലെ? ബിയും ഡിഎല്ലും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ യു ടേക്ക് തീറ്റ സമം 0, അല്ലെ? തീറ്റ സമം എന്താ മക്കൾ എടുക്കേണ്ടത് പറഞ്ഞടാ? 0. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡിഎൽ ഇസ് ഈക്വൽ ടു mu 0 ടൈംസ് I, അല്ലെ? ഇനി ചെയ്യേണ്ട പരിപാടി, നമുക്ക് ഈ ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് വിചാരിക്കുക. എന്താന്ന് വിചാരിക്കുക? ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് വിചാരിക്കുക നമ്മുടെ ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ DL മാത്രം ഇന്റഗ്രേഷന്റെ വള്ളി ചിഹ്നത്തിന് ഉള്ളിലിടാം, ഈ ബീനെ പുറത്തോട്ടിടുക. എന്തുകൊണ്ടാ ബീനെ പുറത്തേക്ക് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വയറിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ഒക്കെ സെയിമാ, അല്ലെ? കോൺസ്റ്റന്റ് ആപ്പോ ബി. അപ്പൊ ബീനെ പുറത്തോട്ട് എടുത്തടാ. ബീനെ പുറത്തോട്ട് എടുത്തിട്ട് ബാക്കി ആരുണ്ട്? ക്ലോസ് ഇന്റഗ്രൽ DL ഇസ് ഈക്വൽ ടു mu 0 ടൈംസ് I എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. മക്കളെ മനസ്സിലാക്കാം, നമുക്കൊരു കാര്യം അറിയടാ, ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ് പറയുന്നത് പോലെ ഇന്റഗ്രൽ 1 dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എല്ലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതട്ടെ, B into L സമം mu 0 ടൈംസ് I എന്ന് പറഞ്ഞു എഴുതി കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാ? ഈ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിന്റെ നീല കളറുള്ള ലൂപ്പിന്റെ നീളമാണ്. എങ്ങനെ? DL 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 എല്ലാ DL കൂടെ കൂട്ടിയിട്ടുള്ള ആ നീളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L, which is equal to perimeter of the loop. പെരിമീറ്റർ ഓഫ് ദ ലൂപ്പ്, അല്ലെ? അപ്പൊ പെരിമീറ്റർ ഓഫ് ദ ലൂപ്പ് നമുക്കറിയാം എന്താ ഇക്വേഷൻ? B into 2 pi R is equal to mu 0 times I. B സമം എങ്ങനെയാണ് വരാ? mu 0 I divided by 2 pi R. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ മക്കളെ. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കൂടാ, ഡെറിവേഷൻ 3 മാർക്കിന് ചോദിക്കൂടാ. നന്നായിട്ട് പഠിക്കട്ടാ. ഓക്കെ, ആംപിയർ സർക്യൂട്ടിലുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്, ലോങ് സോളിനോയിഡ്. ഇപ്പൊ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കമ്പിച്ചുരുൾ എന്നൊക്കെയാണ് എന്റെ അർത്ഥം കേട്ടാ. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കമ്പിച്ചുരുൾ എന്നൊക്കെയാണ് എന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഈ സോളിനോയിഡിൽ കൂടെ കറണ്ട് പോകുമ്പോഴേ അതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡിനകത്ത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് സോളിനോയിഡിന്റെ കേസിൽ ഒരു റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നൊക്കെ തന്നെ അതിന്റെ പേര്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സപ്പോസ് കറണ്ട് ഈ ഡയറക്ഷനിൽ പോവാന്ന് വിചാരിക്കാം. ഈ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ 4 ഫിംഗേഴ്സ് പിടിക്കാം. ഓക്കെ, അപ്പോ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ 4 ഫിംഗേഴ്സ് പിടിക്കുക. ഈ തള്ള വിരലിന്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. അപ്പോ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ 4 വിരലുകൾ പിടിക്കുക. ഈ തള്ള വിരലിന്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടത്തെ കേസിൽ എങ്ങനെയാന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, കറണ്ട് ദേ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു, അല്ലെ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ്. ഒന്നും കൂടെ, കറണ്ട് ദേ മക്കളെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞു വരുന്നു. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ്.
അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ ഒന്ന് ചുമ്മാ കാണിക്കുന്നു കേട്ടാ. മാഗ്നറ്റിക് ഫീൽഡ് ഇതേ മക്കളെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കാടാ. അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കാണിക്കാണ് കേട്ടാ, ലൈക്ക് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ബി. സോളിനോയിഡിന്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഈ അകത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു 2D പിക്ചർ വരയ്ക്കാനായിട്ട് പോവാ. ഇത് വെച്ചിട്ട് തന്നെ ഒരു 2D പിക്ചർ വരയ്ക്കാനായിട്ട് പോവാണ് കേട്ടാ. അപ്പൊ 2D പിക്ചർ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ദേ ഇവിടെ ഒരു വര വരച്ചു, വേറെ ഒരു വര വരച്ചു, ദേ മക്കളെ വേറൊരു വര ഇങ്ങനെ വരച്ചു, വേറൊരു വര ദേ ഞാൻ ഇങ്ങനെ വരച്ചു. ഇതിനൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടാ, കുഞ്ഞു കുഞ്ഞു ബോക്സുകളാക്കിയിട്ട് ഞാൻ ദേ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കാം, കറണ്ട് പുറത്തേക്കാണല്ലേ, ഇവിടെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എവിടേക്കാണ് ഉള്ളിലേക്ക്. അപ്പൊ പുറത്തേക്കുള്ളത് മുകൾ വശത്തൊക്കെ ഞാൻ ഡോട്ട് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഈ അടിവശത്ത് മൊത്തം ഞാൻ ക്രോസ് ഇട്ട് കാണിക്കുന്നുണ്ട്. ക്രോസ് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്നതിന്റെ അർത്ഥം, ഡോട്ട് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ പുറത്തേക്കുന്നതിന്റെ അർത്ഥം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലോട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് ലൈക്ക് ദിസ്, ടുവേർഡ്സ് റൈറ്റ് ലൈക്ക് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനായിട്ട് ഹാവ് ടു കൺസിഡർ ആൻ ആംപീരിയൻ ലൂപ്പ്. എന്ത് ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പ് വേണ്ടേ? റെക്ടാങ്കുലർ ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പ് പരിഗണിക്കണം മക്കളെ. അപ്പൊ റെക്ടാങ്കുലർ ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ദേടാ പരിഗണിക്കുകയാണ്, ലൈക്ക് ദിസ്. ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ പരിഗണിക്കുകയാണ് കേട്ടാ. ഓക്കെ, ഇങ്ങനെ ഞാൻ ദേ പരിഗണിക്കാടോ റെക്ടാങ്കിൾ ഷേപ്പുള്ള ആംപീരിയൻ ലൂപ്പ്. It is having length L. Name it as A, B, C, D. Okay. ഇനി ഇവിടെ ഞാൻ DL എടുക്കുക. DL എടുക്കുമ്പോൾ ഒരേ ഓർഡറിൽ എടുക്കണം. അപ്പൊ ഒരേ ഓർഡറിൽ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ ഇതേടാ ഇവിടെ ഒരു DL പരിഗണിച്ചു, ലൈക്ക് ദിസ് DL. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ B റൈറ്റിലോട്ടാണ് കേട്ടാ. ഇവിടെ കണ്ടോ, B ഫുൾ ടൈം റൈറ്റിലോട്ടാ. ഇനി ഈ പോയിന്റ് നോക്കടാ, ഇവിടെ DL മേലേക്ക് പരിഗണിക്കണം, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്ക് തന്നെയാണ്? റൈറ്റിലേക്ക് തന്നെ. അപ്പൊ ഇവിടുന്ന് DL ഇങ്ങനെ പോയി, ഇവിടുന്ന് DL പോയി, ഇവിടുന്ന് ദേടാ DL ഇങ്ങനെ വന്നു, ഇവിടെ എവിടേക്കാ DL? DL ദേടാ അടിയിലേക്ക് ഞാൻ DL പരിഗണിച്ചു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ സംശയമില്ല. ഇനി സിംപ്ലി റൈറ്റ് ആംപിയർ സർക്യൂട്ട് അല്ലോ. അപ്പൊ ആംപിയർ സർക്യൂട്ട് അല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കൾ ഇക്വേഷനാ? ക്ലോസ്ഡ് ഇന്റഗ്രൽ B ഡോട്ട് DL is equal to mu 0 I. ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്നറിയോ? This solenoid consists of n number of turns, capital N number of turns. അപ്പൊ ഞാൻ ഇവിടെ ക്യാപിറ്റൽ N എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം ഉണ്ടാ? അപ്പൊ കുറെ ടേൺസ് ഉള്ളത് കൊണ്ട് അവിടെ N എന്ന് പറഞ്ഞ അഡീഷണൽ ആയിട്ടൊരു ടേം കൂടെ നമുക്ക് അവിടെ വേണം. ഇനി നമുക്കറിയാം അല്ലെ, B ഡോട്ട് DL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. എന്താണ്? ക്ലോസ് ഇന്റഗ്രൽ B DL cos theta സമം mu 0 times Ni അല്ലെ. അപ്പൊ മക്കളെ മനസ്സിലാക്കടാ, നമുക്ക് ഈ BDL cos theta ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കട്ടെ. അറിഞ്ഞും പുറഞ്ഞൊക്കെ വെട്ടിപ്പോ, എന്നാലും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ കാണിക്കുകയാണ് കേട്ടാ. അപ്പൊ നോക്കിയടാ, ഇന്റഗ്രൽ ഒന്നാമത്തത് A to B ട്ടാ, A to B BDL cos theta പ്ലസ് ഇന്റഗ്രൽ അടുത്തടാ B to C BDL cos theta പ്ലസ് ഇന്റഗ്രൽ അടുത്തടാ C to D BDL cos theta പ്ലസ് ഇന്റഗ്രൽ D to A BDL cos theta. ഒക്കെ ഇക്വേഷൻ ഒക്കെ സെയിം തന്നെ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെന്നുള്ളൂ? A മുതൽ B വരെ, B മുതൽ C വരെ, C മുതൽ D വരെ, D മുതൽ A വരെ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? mu 0 Ni. ഇനി അറഞ്ചം പുറഞ്ചം വെട്ടി പോണ ആ പ്രക്രിയ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ.
ബി ഡി എൽ കോസ് തീറ്റ എ മുതൽ ബി വരിക, ബിയും ഡി എല്ലും സെയിം ഡയറക്ഷൻ അല്ലേ, അപ്പൊ തീറ്റ എത്ര വരടാ, തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ കേട്ടാ നോക്കിയടാ, ഡി എൽ മേലക്ക് ബി ഇങ്ങോട്ട് മേയ്ക്കണ ആംഗിൾ എത്ര മക്കളെ, 90 ഡിഗ്രിടാ. ദിസ് ഈസ് 90 ഡിഗ്രി. ഓൾറെഡി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്ത് എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പൊ ഇൻ ദിസ് കേസ് ഡി ടു സി ഇത് എത്രയുടെ വരാ, 0. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ കേട്ടാ, ഇവിടെ നമുക്ക് എ ടു ഡി അല്ലെ, അല്ലെങ്കിൽ ഡി ടു എ, ഈ ഭാഗത്ത് നോക്കിയ ഡി എൽ അടിയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക് അല്ലെ, ഡി എൽ അടിയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക്. മേക്കൺ ആംഗിൾ എത്ര ഡിഗ്രി മക്കളെ, 90 ഡിഗ്രി അല്ലെ. അപ്പൊ നമ്മുടെ ഈ തീറ്റ എത്ര ഡിഗ്രി ഉണ്ട് വരാ, 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് വരും. നമുക്കൊരു കാര്യം അറിയാം, കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ. അപ്പൊ കോസ് 90 0 ആയ സ്ഥിതിക്ക് ഇവനൊക്കെ എന്തായി പോയി, വെട്ടിപ്പോയി. ഇവൻ ബി ഓൾറെഡി 0 ആയി, അപ്പൊ ഇത് വെട്ടിപ്പോയി, ഇത് എന്തായി പോയിടാ, വെട്ടിപ്പോയി. പ്രശ്നം ഉണ്ടാ, ബാക്കി ആരുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ എഴുതി വെക്കാടോ. ഇന്റഗ്രൽ എ ടു ബി കോസ് 0 1 ആണ്, ബി ഡി എൽ സമം മ്യൂ 0 ni എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടോ, ഇല്ല. ഇനി നമുക്ക് എന്താ വേണ്ടടാ, ഡി എല്ലിനെ ബിനെ പുറത്തോട്ട് എടുത്തോടാ, ഡി എല്ലിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാ, ഡി എല്ലിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തു, വി വിൽ ഗെറ്റ് മ്യൂ 0 ni. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാ, ഇന്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എക്സ് പറയുന്നത് പോലെ ഇന്റഗ്രൽ 1 dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാ, എൽ ആണ് വരാ അല്ലെ. കാരണം എന്ന് പറഞ്ഞൊന്നുമില്ല, ഈ ഡി എൽ എല്ലാ ഡി എൽസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഉത്തരം വരാം അല്ലെ. അപ്പൊ ഞാൻ എഴുതി വെക്കുന്നു മക്കളെ, ബി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ni. ഇതില് ബി സമം മ്യൂ 0 ni ബൈ എൽ ഇത്ര എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഒരു ഫൈനൽ സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ n ബൈ എൽ എന്ന് പറയുന്ന സാധനം കണ്ട, അതിന് വിളിക്കുന്ന പേരാണോ n ബൈ എൽ എന്ന് പകരം നമ്മൾ എഴുതാ സ്മോൾ ലെറ്റർ n ഈസ് കോൾഡ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ പറയാ, പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് നമ്മൾ പറയാ. ഒരു മീറ്ററിൽ എന്തോരം ടേണുകൾ ഉണ്ട് അത്ര. ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് മാത്രം, സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമുക്ക് തെറ്റിക്കുമ്പോൾ ഒരു തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ we will get the final answer as b is equal to µ 0 ni, beautiful equation for magnetic field inside the solenoid. അതിനെ ഇക്വേഷൻ പ്രോബ്ലംസ് ടു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു. അപ്പോ നമ്മൾ 2 ഡെറിവേഷൻ ഇപ്പൊ പഠിച്ചില്ലേ, ആ 2 ഡെറിവേഷന്റെ ഫൈനൽ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണേ കേട്ടോ. അപ്പൊ NCERT പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോ എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറന്റ് ഓഫ് 90 ആംപിയർ ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കമ്പി ക്യാരീസ് എ കറന്റ് ഓഫ് 90 ആംപിയർ അല്ലെ. അപ്പൊ കറണ്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ, I is equal to 90 ആംപിയർ. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് ചെയ്യാം, അതിന്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. ആൻസർ I equal to 90 ആംപിയർ, east to west direction. What is the magnitude and direction of magnetic field due to the current 1.5 meter below the line? ഈ ലൈനിൽ നിന്ന് 1.5 മീറ്റർ താഴെയുള്ള ഈ ഒരു പോയിന്റിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ, അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആംപീരിയൻ ലൂപ്പ് ഒക്കെ എന്ത് ചെയ്യണം, വരയ്ക്കണം അല്ലെ. അപ്പൊ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആംപീരിയൻ ലൂപ്പ് ഒക്കെ നമുക്ക് ഇതേപോലെ എങ്ങനെയൊക്കെ വരയ്ക്കാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ഡെറിവേഷൻ. എന്താ മക്കൾ ഇക്വേഷൻ, ബി സമം മ്യൂ 0 I ബൈ 2 പൈ r ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഇപ്പൊ മ്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണോ, 4 പൈ ഇൻറ്റു 10⁻⁻⁷ ആണ്, ഇൻറ്റു I ക്വസ്റ്റ്യൻ വന്നിട്ട് 90 ആംപിയർ ബൈ 2 പൈ തന്നെ അല്ലെ, ഇൻറ്റു r എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ് അല്ലെ. r is equal to 1.5 മീറ്റർ അല്ലെ. അപ്പൊ 1.5 മീറ്റർ ഇത് ചുമ്മാ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി, ഹരിക്കുമ്പോ ബ്രാക്കറ്റ് ഇടാനായിട്ട് മറക്കരുത്
അല്ലെ. അപ്പൊ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോ നമുക്ക് കിട്ടണ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കള് ശ്രദ്ധിക്കുക, ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.25 into 10⁻⁻⁵. എന്താണ് യൂണിറ്റ് വരാ? ടെസ്ലയാണ് അതിന്റെ യൂണിറ്റ് വരാ. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? ടെസ്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ എന്ത് മാത്രമേ ആയിട്ടുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ മക്കളെ ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ഡയറക്ഷൻ വേണം. ഒരു ചോദിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലെ, ഡയറക്ഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറക്ഷൻ കിട്ടാൻ യു ഹാവ് ടു യൂസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അത് എങ്ങനെ കിട്ടാന്നുള്ള കേസ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് ബേസിക്കലി ഡയറക്ഷൻ എടുക്കുക എങ്ങനെയാണ് അല്ലെ, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ കോമൺലി ഡയറക്ഷൻ എടുക്കുക. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകണം അല്ലെ. അപ്പൊ നോക്കിയ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം, ഇതേ മക്കളെ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്? കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തള്ളവിരൽ പിടിക്കുക, 4 വിരലുകൾ എന്ത് ചെയ്യുക? ചുരുട്ട അല്ലെ. അപ്പൊ 4 വിരലുകൾ ഇങ്ങനെ ചുരുട്ടുമ്പോൾ ഈ അടിവശത്തെ എവിടേക്ക് ആക്ട് ചെയ്യുന്നത് അല്ലെ? അവർ ബിലോട് ചോദിച്ചിട്ടുണ്ടേ, ഈ 4 വിരലുകൾ ഇങ്ങനെ ചുരുട്ടുമ്പോൾ അടിവശത്തെ എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? അപ്പൊ നോക്കി, ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ്. അടിവശത്തെ ഏതാ? ഇതാണ് ഭാഗം അല്ലെ. അടിവശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഭാഗം. ഇത് ഏതാ ഭാഗം? സൗത്ത് എന്നാണ് നമ്മൾ ഇതിനെ പറയാം അല്ലെ, സൗത്ത് അല്ലെ. അപ്പൊ നോക്കിയേ, ഈസ്റ്റ് വെസ്റ്റിലേക്ക് കറണ്ട് പോകുമ്പോൾ അടിവശത്ത് ഏടാ? സൗത്തിലേക്ക്. ഓക്കെ, മുകൾ വശത്ത് എവിടേക്കാണ്? നോർത്തിലേക്ക്. അടിവശത്ത് സൗത്ത്, മുകൾ വശത്ത് നോർത്ത്. ദിസ് ഈസ് ദ ഐഡിയ. മനസ്സിലായെന്ന് വിചാരിക്കാം. റിപ്പീറ്റ് ചെയ്ത് കണ്ടോ കേട്ടോ, മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കണം, എ സോളിനോയിഡ്. നമുക്ക് രണ്ടാമത്തെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചില്ലേ സോളിനോയിഡിന്റെ. അപ്പൊ സോളിനോയിഡിന്റെ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. എ സോളിനോയിഡ് ഓഫ് ലെങ്ത് അല്ലെ. അപ്പൊ ആൻസർ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 0.5 meter as a radius അല്ലെ. R is equal to 1 centimeter which is equal to 1 into 10⁻⁻² meter is made of 500 turns അല്ലെ. അപ്പൊ n equal to 500 turns എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It carries a current of 5 ampere. I equal to 5 ampere പറഞ്ഞിട്ടുണ്ട്. What is the magnitude of magnetic field inside the solenoid? അല്ലെ. അപ്പൊ നമ്മുടെ സോളിനോയിഡിന്റെ പിക്ചർ ഒക്കെ എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവും അല്ലെ. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സോളിനോയിഡ്. അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് ആ ചോദ്യം. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടാ. വി ഹാവ് എന്താ ഇക്വേഷൻ മക്കളെ? B is equal to μ0 Ni അല്ലെ by L. ഈ ഇക്വേഷൻ ഉപയോഗിക്കുക അല്ലെ. μ0 Ni by L which is equal to μ0 ന്റെ വാല്യൂ നമുക്കറിയാം മക്കളെ 4π into 10⁻⁻. പ്രത്യേകം എഴുതാ ഞാൻ. ഓക്കെ, ഞാൻ പ്രത്യേകം ഒന്ന് മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, μ0 ന്റെ വാല്യൂ 4π into 10⁻⁷ into n 500 ആണ് into I 5 ആണ് ഡിവൈഡഡ് ബൈ L പറഞ്ഞിട്ടുണ്ടാ 0.5 all are in SI യൂണിറ്റ് അല്ലെ. അപ്പൊ നമുക്ക് റേഡിയസിന്റെ ആവശ്യം ഇവിടേക്ക് വരുന്നില്ല. ഓക്കെ, ഈക്വേഷനിലേക്ക് നമുക്ക് അതിന്റെ ആവശ്യമേ വരുന്നില്ല. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ ഉത്തരം എത്ര വരാന്നറിയോ? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കിത് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 6.25 into 10⁻³ ടെസ്ല തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിന് യൂണിറ്റ് ടെസ്റ്റ് അല്ലേ, അത് തന്നെ വരും. ഇതൊക്കെ വാല്യൂ വരുന്നുണ്ടോ നോക്കിക്കോളൂ കേട്ടോ. വന്നവരൊന്ന് ലൈക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ശരി, ഒന്നുമില്ല, നിങ്ങൾ കാണുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.